എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു പാട്ടോ, എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഇവിടെ ഇപ്പം എല്ലാം കൂടെ പാടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വെരി ഗുഡ് മെലഡി, നല്ല മെലഡി. നമ്മൾ അടിപൊളി മാത്രം പോരല്ലോ, ഒരു നല്ല മെലഡി. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവരി കാക്കലം കൂട്ടി മുട്ടയിൽ തന്നൊരു കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ. കള്ളക്കഥ കാട്ടുടിയായി പടർന്നു, കാകനെ സ്നേഹിച്ച കാവളം പെൺകിളി നഭയറിയാതെ നിന്നു, പിന്നെ പിന്നെ കാതരയായി കരഞ്ഞു. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവരി കാക്കലം കൂട്ടി മുട്ടയിൽ തന്നൊരു താരം നീലമി പാറി പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. താങ്ക് യു. ഇനി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു ജീവിതം, നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. കുറെ പേര് സന്തോഷിക്കുന്നു, കുറെ പേര് ദുഃഖിക്കുന്നു, കുറെ പേര് ആഗ്രഹിക്കുന്നു. ആഗ്രഹം മുഴുവൻ നേടിയവർക്ക് വീണ്ടും ആഗ്രഹിക്കാൻ മോഹം.
അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും വെവ്വേറെ നിൽക്കുന്നു, വേറിട്ട് നിൽക്കുന്നു. പക്ഷേ ഇവിടെ എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് അനിൽ കുമാർ എസ് നായർ. അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു, ഇവിടെയുള്ള ആള് തന്നെയാണ്. 34 വയസ്സേ ഉള്ളൂ. ക്യാൻസർ ബാധിതനായിട്ട് കിടപ്പിലാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയ അനു ഓക്കെ അനു എന്നാണ് പേര്. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അക്കൗണ്ട് നമ്പറും ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനിത് വന്നപ്പോൾ സംഘാടകര് എൻ്റെ അടുത്ത് പറഞ്ഞു, കട്ടപ്പനയിലെ യുവ വ്യാപാരിയും നമ്മുടെ സുഹൃത്തുമായ ശ്രീ അനു BS 34 ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കുറേ നാളുകളായി ചികിത്സയിലാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രം. ഇന്ന് വായിക്കാൻ തന്നെ എനിക്ക് ഉള്ളൊരു ഇതില്ല. സോ എൻ്റെ വകയായിട്ട് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഞാനിവിടെ തന്നിരുന്നല്ലോ. ആൻ്റണിയുടെ തല്ല, ആരുടെ ഞാൻ എമൗണ്ട് ഏൽപ്പിച്ചിരുന്നല്ലോ. ഇതില്ലേ മറ്റേ ഇതൊരു, നിങ്ങളൊന്നും വിചാരിക്കരുത് ഇത് ബക്കറ്റ് പിരിവ് എന്ന് പറയുന്ന ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അത് മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് മോശം തന്നെയാണ്. പക്ഷെ ഇത് മോശമായിട്ടൊരു കാര്യമില്ല. വിളിച്ചാട്ടെ, പിടിക്കും, ഒന്ന് പിടിക്കും. ഞാൻ എൻ്റെ ഫേവററ്റ് നമ്പറായിട്ടുള്ള 10,000 രൂപ ഞാനിടുകയാണ്. നിങ്ങൾ എല്ലാവരും 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, ശേഷിക്കനുസരിച്ച് ഇതങ്ങോട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ആ സുഹൃത്തിന്, നിങ്ങളുടെ നാട്ടുകാരന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം അന്നദാനം മഹാദാനം, രക്തദാനം മഹാദാനം, അതുപോലെ ഇതുപോലത്തെ ദാനങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ ഇന്ന് 10 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 തിരിച്ച് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഞാൻ. അതുകൊണ്ട് ഇത് ദയവ് ചെയ്ത് ഇതിനു വേണ്ടി എന്തെങ്കിലും സംതിങ് ഓക്കെ. എന്തായാലും നമുക്കിതിൽ നിന്ന് മാറാം. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. എങ്കിലും ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കുറച്ച് പാട്ടുകളുടെ 2-3 പാട്ടുകളുടെ പല്ലവി ഞാൻ പാടാം. നല്ല കൈഡി ആയിരുന്നു. ഓക്കെ, പൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നമ്മൾ പോയി രാവിൽ നിലാവി പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. ഒരുപാട് പാട്ട് ഞാൻ കിടക്കുന്നുണ്ട് പാടാൻ. ശരി, വയലുമുണ്ടു വാനം വാഴിലും തൂവലുണ്ടു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു, മൗനം പാടുന്നു. ഇനി ഞാൻ നമ്മുടെ ബാൻഡിന്റെ എല്ലാ കുട്ടികളെയും ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്, അവരെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ മേധാ മെഹർ ഉണ്ട്, അതിഥി മേധാ മെഹർ,
അതുപോലെ ശ്രേയ, ഋതിക, വരും. മക്കളെ ഫ്രണ്ടിലോട്ട് കയറി കാണട്ടെ. ഇവിടെ പുല്ലാങ്കുഴലില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും നിങ്ങളുടെ മൈക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഹലോ ഓക്കെ അല്ലേ? മൈക്ക് മൈക്ക് ആൻഡ് ബേർഡ്സ്, ഈ 4 പേരും അസലായിട്ട് പാടുന്ന കുട്ടികളാണ്. ഇവരുടെ മൈക്ക് ആൻഡ് ഗേൾസ് ബാൻഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ എന്താണ് പറയുന്നത്, ഈ ലോകം മുഴുവൻ, ഇവിടെ മാത്രമല്ല വിദേശത്തും സ്വദേശത്തും ഇഷ്ടം പോലെ പ്രോഗ്രാംസ് കിട്ടട്ടെ. പുതിയ തലമുറ അങ്ങനെ നമ്മൾ തെളിയിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു കട്ടപ്പന. ബാൻഡ് തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നറുക്കെടുപ്പാണ്. അതുപോലെ തന്നെ എൻ്റെ കട്ടപ്പനയുള്ള, ഇടുക്കിയിലുള്ളതും പൂഞ്ഞാറിലുള്ള എൻ്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എനിക്കൊരു മാലയോ ഒരു ബൊക്കയോ ഏതാണ്ട് തരണം എന്ന് പറയുന്നു. നിങ്ങളൊന്ന് കൈയടിച്ചാൽ വരുന്നത്. അദ്ദേഹം കട്ടപ്പനയുടെ ആളാണ്. ഒരുപാട് പേരുണ്ട്. സതീഷ് പൂഞ്ഞാറ്, ഇത് അജിത്ത്, ഇത് കട്ടപ്പന. 20 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഇവരെല്ലാവരും ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പാട്ടുകാരും നമുക്ക് ഒരുപോലെയാണ്. ആര് വന്നാലും നമ്മൾ അവരെ കൈയടിച്ച് ആര് പാട്ടുകൾ, കൊച്ചുകുട്ടികളാണെങ്കിലും വലിയവരാണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസിൻ്റെ കീഴിൽ നിന്നുള്ള എല്ലാ പ്രോത്സാഹനവും കാണും. അതുപോലെ നമ്മളാൽ കഴിയുന്ന സഹായം ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. ചെറിയൊരു സഹായം അത്രേ ഉള്ളൂ. താങ്ക് യു.